2018 ജൂലൈ 6, 7, 8 ദിവസങ്ങളിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്ന നോസ്ട്രഡാമസിൻ്റെ പ്രവചനം ഉൾപ്പെടെ നിരവധി കാരണങ്ങളാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നതിന് കാരണം. കരിങ്കല്ലും സുർക്കിയും കൊണ്ട് ഉണ്ടാക്കിയ ഡാം, 50 വർഷം മാത്രം ആയുസ് നൽകിയിട്ടും 100 വർഷത്തിലേറെ ആയുസ്സുള്ള ഡാം, ശക്തി കുറവുള്ള ഡാം. ഈ ഡാം പൊട്ടിയാൽ ജലം മുഴുവൻ ഇടുക്കി ഡാമിൽ എത്തുകയും ഇടുക്കി ഡാം തകർന്ന് 5ഓളം ജില്ലകൾ നശിക്കുകയും 40 ലക്ഷത്തിലേറെ മരണങ്ങൾ നടക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കുറേ കാരണങ്ങൾ നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം പറഞ്ഞ കരിങ്കല്ലും സുർക്കിയും. മുല്ലപ്പെരിയാർ ഡാം ഒരു ഗ്രാവിറ്റി ഡാമാണ്, അതായത് ഗുരുത്വാകർഷണ ബലത്തെ അടിസ്ഥാനമാക്കി പണിത ഒരു ഡാം. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന കരിങ്കല്ലിന് ജലത്തിനേക്കാൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലാണ്. അതേപോലെ തന്നെ ജലത്തിൽ എത്ര നാൾ കിടന്നാലും ഒരിക്കലും നശിക്കാത്ത ഒന്നാണ് കരിങ്കല്ല്. ഈ ഡാമിലെ മുഴുവൻ ജലത്തെയും തടയാനുള്ള കനത്തിന് കരിങ്കല്ല് അടുക്കിയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി സുർക്കി. ഈ ഡാമിലെ സുർക്കി മുഴുവൻ ഒലിച്ചു പോയാലും ഡാമിന് ബലക്ഷയം സംഭവിക്കുകയില്ല. അതിനുള്ള കാരണം സുർക്കി ഉപയോഗിച്ചിരിക്കുന്നത് ഡാമിലെ ജലം ലീക്കാകാതിരിക്കാനാണ്, അല്ലാതെ ഡാമിൻ്റെ ബലത്തിന് വേണ്ടിയല്ല. ഇനി ഭൂമികുലുക്കം ഉണ്ടായി ഡാം പൊട്ടും എന്നും കേൾക്കുന്നുണ്ട്. നല്ലൊരു ഭൂമികുലുക്കം ഉണ്ടായാൽ നശിക്കാത്തതായി ഒന്നുമില്ല. അത് മുല്ലപ്പെരിയാർ ആണെങ്കിലും ഇനി ടെഹ്രി ഡാം ആണെങ്കിലും. ഇനി ഇങ്ങനൊരു ഭൂമികുലുക്കം ഉണ്ടായി ഡാം തകർന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഇടുക്കിയെയും തകർത്ത് 5 ജില്ലകൾ തകർത്ത് കടലിൽ പതിക്കും എന്നാണ് പറയുന്നത്. അതിലേക്ക് നോക്കിയാൽ ഇടുക്കി ഡാം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമാണ്. ഡാം തകരാത്ത വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഒരു മുൻകരുതലിന് വേണ്ടി മാത്രമാണ് മാക്സിമം വാട്ടർ ലെവൽ കൊടുത്തിരിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ 3,59,332 ഏക്കർ ഫീറ്റ് ജലമാണ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. ഇടുക്കിയിലാണെങ്കിലോ 16,18,184 ഏക്കർ ഫീറ്റും. അതായത് മുല്ലപ്പെരിയാറിൻ്റെ 5 ഇരട്ടി ജലം വരെ ഇടുക്കി ഡാമിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. അതേപോലെ മുല്ലപ്പെരിയാറിൽ നിന്നും പൊട്ടിയൊലിക്കുന്ന ജലം ഇടുക്കി ഡാമിലേക്ക് പെട്ടെന്നല്ല എത്തുന്നത്. കാരണം മലകളിലും മരങ്ങളിലും തട്ടി മെല്ലെ മിനിറ്റുകൾ കൊണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ മാത്രമേ അത് ഇടുക്കിയിലെത്തുകയുള്ളൂ. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് നിരവധി പെറ്റീഷൻ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടും കേരളം പരാജയപ്പെടുന്നത്. അല്ലാതെ ഇനി മുല്ലപ്പെരിയാറല്ല മറ്റ് ഏത് ഡാമാണെങ്കിലും ജനങ്ങളുടെ ഭീഷണിക്ക് ഒത്ത് ഉള്ളതാണെങ്കിൽ അത് തീർച്ചയായും ഡീകമ്മീഷൻ ചെയ്യുക തന്നെ ചെയ്യാനുള്ള ഉത്തരവ് സുപ്രീം കോടതി നൽകും.